500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പോപ്പിൻ്റെ മരണവും അതിനുശേഷമുണ്ടാകുന്ന പിൻഗാമിയെക്കുറിച്ചുമുള്ള പ്രവചനം നടത്തുകയാണ് ജ്യോതിഷിയായ നോസ്ട്രഡാമസ്. ആ പ്രവചനം പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. അക്കൂട്ടത്തിൽ ലോകാവസാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇന്ന് പ്രാർത്ഥനയും കണ്ണുകളുമൊക്കെ വത്തിക്കാനിലേക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. പോപ്പിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോഴൊരു ബുദ്ധിമുട്ടുണ്ട്. ന്യൂമോണിയ ബാധയേറ്റ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ വഷളായി വരുന്നു, ഗുരുതരമായി വരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് ആശങ്ക വർദ്ധിക്കുന്നത്. പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ന്യൂമോണിയ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും അണുബാധ രക്തത്തിലേക്ക് വ്യാപിച്ച് സെപ്സിസ് എന്ന ഒരവസ്ഥയിലേക്കാണ് നയിക്കാൻ സാധ്യതയുള്ളത്. അദ്ദേഹം അതുകൊണ്ട് ഇപ്പോഴും ആശുപത്രി നിരീക്ഷണത്തിലാണ്, ഡോക്ടർമാരുടെ ശുശ്രൂഷയിൽ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദീർഘകാലമായി ശ്വാസകോശ സംബന്ധമായ രോഗം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. പല തവണയും അദ്ദേഹം പൂർവാധിക ശക്തിയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. പക്ഷേ ഇത്തവണ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് പോപ്പ് തുടരുന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. മാർപ്പാപ്പയുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് വെള്ളിയാഴ്ച അദ്ദേഹത്തിന് രക്തം മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോഴത്തെ ഈ പ്രവചനം പുറത്തു വന്നപ്പോൾ കൂടുതൽ ആശങ്കയും അതുപോലെ തന്നെ ആകാംക്ഷയും വർദ്ധിക്കുന്നത്. ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനി സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങൾ ഇതിനു മുൻപ് തന്നെ 500 വർഷങ്ങൾക്ക് മുൻപ് നോസ്ട്രഡാമസ് പറഞ്ഞു വെച്ചതാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ പലതും ഇന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ആരെത്തുമെന്നുള്ള പ്രവചനങ്ങൾ, അതൊക്കെ തന്നെ നോസ്ട്രഡാമസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് നോസ്ട്രഡാമസിൻ്റെ പഴയ പ്രവചനവും ചർച്ചകളിൽ മുഴുകുന്നത്. 1555 നോസ്ട്രഡാമസിൻ്റെ ലേസ് പ്രൊഫീറ്റ്സ് എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത്. കാത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ ആഗോള പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊരു പകരക്കാരനെ നിയമിക്കുമെന്നാണ് ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ പ്രായം ചെന്നൊരു മാർപ്പാപ്പ മരണപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും നോസ്ട്രഡാമസ് പറയുന്നു. മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്ന് വളരെ പ്രായമുള്ള ഒരു റോമാക്കാരൻ മാർപ്പാപ്പയായി എത്തുമെന്നും ഈ പ്രവചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും ദീർഘകാലം പദവിയിൽ തുടരുമെന്നും പറയുന്നു. ഇദ്ദേഹം നടത്തിയ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളെ പല രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ എടുക്കരുതെന്നാണ് മറ്റ് ചിലർ വാദിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് വത്തിക്കാനിൽ നിന്നും വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഈ ചർച്ചകളും ചൂടേറിയതായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യസ്ഥിതി നേരിയ തോതിലെങ്കിലും മെച്ചപ്പെട്ടതായി ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് ഫ്ലക്ച്വേഷൻ പോലെ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ സന്ദേശവും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മലാച്ചിയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവചനവും നോസ്ട്രഡാമസ് എടുത്ത് പറയുന്നുണ്ട്. 7 കുന്നുകളുടെ നഗരമായ റോം ഒരു കാലത്ത് നശിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പത്രോസ് എന്നു പേരുള്ള ഒരാൾ മാർപ്പാപ്പയായിരിക്കുന്ന കാലത്തായിരിക്കും ലോകാവസാനം ഉണ്ടാവുക എന്നാണ് നോസ്ട്രഡാമസ് പറയുന്നത്. ഈ പേരിലുള്ള ആരെങ്കിലും മാർപ്പാപ്പയായി എത്തുന്നതിന് പിന്നാലെ അവരുടെ കാലഘട്ടത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിപത്തിനെ പറ്റിയാണ് ഏറ്റവും ഒടുവിലായി നോസ്ട്രഡാമസ് പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം പോപ്പിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പോപ്പിനെ ഈ മാസം 14-ാം തീയതി റോമിലെ ജെമല്ലി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. തുടർന്ന് 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ കണ്ടെത്തി. അതുതന്നെയാണ് ഏറ്റവും ഗുരുതരമായി മാറിയത്. കഴിഞ്ഞ ദിവസം പോപ്പിന് രക്തം മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് കുറഞ്ഞതിനെ തുടർന്നാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം വളരെ നേരം ചാരുകസേലയിൽ ഇരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ ശനി ഞായർ ദിവസങ്ങളിലായി രോഗബാധ രൂക്ഷമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതിൽ വളരെ ഗുരുതരമായി തന്നെ മുന്നോട്ട് പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാർപ്പാപ്പയുടെ ആരോഗ്യനില അപകടനിലയിൽ തന്നെ തുടരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിലും ചൂണ്ടിക്കാണിക്കുന്നത്. ഫെബ്രുവരി 14-ലാണ് ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് മാർപ്പാപ്പയെ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചത്. പിന്നീട് 2 ശ്വാസകോശങ്ങളിലും കടുത്ത അണുബാധയുണ്ടായി. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയോടൊപ്പം തന്നെ വിളർച്ചയും ബാധിച്ചു. അതുതന്നെയാണ് ആരോഗ്യനിലയിൽ കാര്യമായ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യനില ഗുരുതരമല്ലെങ്കിൽ പോലും, അദ്ദേഹം കിടപ്പിലല്ലെങ്കിൽ പോലും അധിക സമയവും വിശ്രമിക്കുകയാണ്. പക്ഷേ കൂടുതൽ ക്ഷീണിതനാണ്. ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടടക്കം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ച കുർബാനയ്ക്ക് പങ്കെടുക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. പകരം കുർബാന വായിക്കാനായി ആളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ അദ്ദേഹത്തിന്
ശ്വാസകോശ സംബന്ധമായ അസുഖം വന്നപ്പോൾ സമാനമായ നീക്കം തന്നെയാണ് നടത്തിയത്. ആരോഗ്യനില മോശമാണെങ്കിലും ആശുപത്രി മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് മാർപ്പാപ്പയുടെ ചുമതലകൾ പരമാവധി അദ്ദേഹം തന്നെ നിറവേറ്റാൻ ശ്രമിക്കുന്നുവെന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്.